ക്ഷേത്രവും ശ്രീകോവിലുമില്ലാത്ത മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനത്ത് മുത്തപ്പനെ കാണാനെത്തുന്നത് പതിനായിരങ്ങൾ. പയ്യാവൂരിനടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഉടുമ്പമലയിലാണ് കുന്നത്തൂർപ്പാടി സ്ഥിതി ചെയ്യുന്നത്. കാടിനു നടുവിലെ തുറസായ സ്ഥലത്ത് പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. വൻമരങ്ങൾ തണൽ വിരിക്കുന്ന സ്ഥലത്ത് ഞെട്ടിപ്പനയോല കൊണ്ട് ഉണ്ടാക്കുന്ന ശ്രീകോവിലാണ് ഇവിടെ ആരാധന നടക്കുന്നത്. മടപ്പുരയുടെ ഒരു വശത്ത് കല്ലും പാറ കൊണ്ടുള്ള പീഠവും ചെളി കൊണ്ട് നിർമ്മിച്ച മറ്റൊരു പീഠവുമുണ്ട്. ഉത്സവകാലത്ത് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ഉത്സവം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് പാടിയിൽ പണി എന്ന ചടങ്ങ് നടക്കും. അതോടുകൂടിയാണ് കുന്നത്തൂർ മലമുകളിൽ മുത്തപ്പൻ്റെ ശ്രീകോവിൽ ഒരുങ്ങുന്നത്. കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് പറഞ്ഞാണ് മുത്തപ്പൻ ഇവിടെ കുടിയിരുന്നത്. കുന്നത്തൂർപ്പാടി ഭക്ത മനസ്സുകളുടെ അഭയ കേന്ദ്രമാണ്. ധനുമാസം 2-ന് തുടങ്ങി മകരമാസം 2-നാണ് പാടിയിലെ തിരുവപ്പന മഹോത്സവം സമാപിക്കുന്നത്. ഉത്സവം തുടങ്ങിയതോടെ കുന്നത്തൂർ പാടിയിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശ്രീ മുത്തപ്പൻ്റെ ദർശന പുണ്യം തേടി എത്തുന്നത്. ധനു 2-നാണ് ഉത്സവം തുടങ്ങിയത്. ഉത്സവം തുടങ്ങുന്ന ദിവസം വൈകുന്നേരം അഞ്ഞൂറ്റാനും വണ്ണാനും മറ്റ് അടിയന്തരക്കാരും താഴെ പൊടിക്കളത്തു നിന്ന് പാടിയിൽ പ്രവേശിച്ചതോടെയാണ് ഉത്സവം തുടങ്ങിയത്. പാടിയിൽ കോമരം ഉറഞ്ഞു തുള്ളി പൈങ്കുറ്റി വെച്ച ശേഷം 5 അടിയാന്മാർ ഇരുവശത്തും ചൂട്ടുപിടിച്ച് കളിക്കപ്പാട്ടോടെയാണ് പാടിയിൽ പ്രവേശിച്ചത്. തിരുവാഭരണപ്പെട്ടിയും ഭണ്ണാരവും പാടിയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് തന്ത്രിയുടെ നേതൃത്വത്തിൽ കലശപൂജ നടന്നതിന് ശേഷം അടിയന്തരം തുടങ്ങാൻ തന്ത്രി അനുമതി നൽകി. കരക്കാട്ടിടം വാണവരുടെ കങ്കാണിയറയിൽ വിളക്ക് തെളിയിക്കും. ഉത്സവാരംഭ നാളിൽ മുത്തപ്പൻ്റെ ജീവിതത്തിലെ 4 ഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ, പുറങ്കാല മുത്തപ്പൻ, നാടുവാഴ്ചൻ ദൈവം, തിരുവപ്പന എന്നിവ കെട്ടിയാടി. തുടർന്ന് വെള്ളാട്ടവും എന്നിങ്ങനെയാണ് കുന്നത്തൂർ പാടിയിലെ ഉത്സവ ചടങ്ങുകൾ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലംപെറ്റ ഭഗവതിയെയും കെട്ടിയാടിക്കും. മൂലംപെറ്റ ഭഗവതി മുത്തപ്പൻ്റെ മാതാവിൻ്റെ സങ്കല്പത്തിലെ ദേവതയാണ്. എരുവേശിയിലെ അയ്യങ്കര ഇല്ലത്തെ നാടുവാഴിയായ അഞ്ചരമനക്കൽ മന്നനാർ വാഴുന്നവരുടെ പത്നിയായ പാടിക്കുറ്റിയമ്മയ്ക്ക് തിരുവൻകടവ് പുഴയിൽ നിന്ന് കെട്ടിയ കുട്ടിയാണ് മുത്തപ്പനായി മാറിയതെന്നാണ് ഐതിഹ്യം. കുട്ടി വളർന്നപ്പോൾ കോഴിയെയും മറ്റ് പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ മണം ഇല്ലത്ത് കേൾപ്പിക്കാൻ തുടങ്ങി. സഹികെട്ട അയ്യങ്കര നായനാർ പാടിക്കുറ്റിയമ്മയോട് തൻ്റെ വിഷമം പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടുവന്ന മുത്തപ്പൻ അവിടെ നിന്ന് മലനാട് ലക്ഷ്യമാക്കി നടന്നു. കുന്നത്തൂർ പാടിയിലാണ് മുത്തപ്പൻ എത്തിയത്. അങ്ങനെയാണ് മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനം കുന്നത്തൂർ പാടിയായി മാറിയത്. തുടർന്ന് തൻ്റെ മാതാപിതാക്കൾക്ക് തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു. അവർ മുത്തപ്പനെ നമസ്കരിച്ചു. കുന്നത്തൂർ പാടിയിൽ നിന്നാണ് മുത്തപ്പൻ്റെ യാത്ര തുടങ്ങുന്നത്. പിന്നീട് പുരളിമലയിലും പറശ്ശിനിക്കടവിലും പടവിലും കണ്ണപുരത്തും പുല്ലായിക്കൊടി തറവാട്ടിലും അസംഖ്യം മടപ്പുരകളിലും മുത്തപ്പൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. മുത്തപ്പനെ മലയിറക്കൽ സാധാരണ കുന്നത്തൂർ പാടിയിൽ നിന്നാണെങ്കിൽ കുന്നത്തൂർ പാടിയിൽ പുരളിമലയിൽ നിന്നാണ് മുത്തപ്പനെ മലയിറക്കുന്നത്. മറ്റ് മടപ്പുരകളിൽ നിന്ന് വ്യത്യസ്തമായി തിരുവപ്പനയും വെള്ളാട്ടവും ഒരുമിച്ച് കുന്നത്തൂർ പാടിയിൽ കെട്ടിയാടിക്കാറില്ല. എല്ലാ ദിവസവും തിരുവപ്പന ഇവിടെ കെട്ടിയാടുന്നു. കരക്കാട്ടിടം വാണവരായ SK കുഞ്ഞിരാമൻ നായനാരുടെ നേതൃത്വത്തിലാണ് കുന്നത്തൂർ പാടിയിലെ തിരുവപ്പന മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
ശരി പറയും എന്തെങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.